തെരഞ്ഞെടുപ്പ് ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രീ പോൾ സർവേ പങ്കുവച്ച് ശാസ്തമംഗലം വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ, റിട്ടയർഡ് IPS. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAക്ക് വൻ ഭൂരിപക്ഷം പ്രഖ്യാപിക്കുന്നതാണ് സർവേ. ശ്രീലേഖ നടത്തിയത് നിയമവിരുദ്ധമായ കാര്യമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിവാദമായതോടെ ആർ ശ്രീലേഖ പോസ്റ്റ് പിൻവലിച്ചു. പിടിക്കുമെന്ന് പറഞ്ഞല്ലുണ്ട്, അവരുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചല്ലേ. 60 സീറ്റെന്നൊക്കെ BJPക്ക് കിട്ടുമെന്ന് ശ്രീലേഖ പോലെ ഉള്ള ഒരാൾ പറയുമ്പോൾ അവർക്ക് രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിട്ടുള്ള അവരുടെ അജ്ഞത മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അവരുടെ ആഗ്രഹം ഒരിക്കലും സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നില്ല. സർവേ ഫലങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒരു നിയമമുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർവേ ഫലങ്ങൾ പുറത്തു പറയാൻ വേണ്ടി പാടുള്ളൂ. അത് നിയമപരമായി പ്രശ്നമാണ്, കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ലംഘനമാണ്. അത് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനിടെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ നിന്ന് ശ്രീലേഖയെ വിലക്കിയിരിക്കുകയാണ് BJP നേതൃത്വം. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, പ്രീപോൾ പ്രവചനമാണ് പങ്കുവച്ചത്. ഈ പോസ്റ്റർ പലയിടങ്ങളിലും നേരത്തെ കണ്ടിരുന്നു. പക്ഷേ അത് സ്ഥാനാർത്ഥി തന്നെ ഒരു വോട്ടെടുപ്പ് ദിവസം പങ്കുവച്ചത് അവർക്ക് അതേക്കുറിച്ച് കാര്യമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണോ? എന്താണ് ഇക്കാര്യത്തിൽ പാർട്ടി എടുത്ത ഉടനെയുള്ള പരിഹാരക്രിയ? സുജയ, ഇന്നലെ മുതൽ തന്നെ BJP ഹാൻഡിലുകളിൽ ഷെയർ ചെയ്ത് നടന്നിരുന്ന ഒരു പോസ്റ്റാണ് ശാസ്തമംഗലത്തെ BJP സ്ഥാനാർത്ഥിയായ ആർ ശ്രീലേഖ വോട്ടെടുപ്പ് ദിവസം പങ്കുവച്ചത്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം സർവേ ഫലങ്ങൾ പുറത്തുവിടാനോ അത് ഷെയർ ചെയ്യാനോ ഒന്നും പെരുമാറ്റച്ചട്ടം അനുസരിച്ച് സാധ്യമല്ല. എന്നിട്ടും ആർ ശ്രീലേഖ അത് ചെയ്തു. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇടപെടണമെന്ന് CPIM ആവശ്യപ്പെടുകയും ചെയ്തത്. വിവാദമായതിനു പിന്നാലെ ആർ ശ്രീലേഖ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനിടെ ശ്രീലേഖയോട് വോട്ടെടുപ്പ് കഴിയുന്ന സമയം വരെ മാധ്യമങ്ങളെ കാണരുത് എന്ന നിർദ്ദേശം പാർട്ടി നേതൃത്വം BJP നേതൃത്വം നൽകിയിട്ടുണ്ട്. കാരണം ദിലീപ് അനുകൂല പ്രതികരണം എങ്ങാനും ശ്രീലേഖയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നൊരു സംശയം കാരണമാണ് അങ്ങനെ പറഞ്ഞത്. ഈ വിഷയത്തിലെല്ലാം ശ്രീലേഖയുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയായിട്ടും വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമായിട്ടും ഇന്ന് മാധ്യമങ്ങളെ കാണില്ല എന്നാണ് ശ്രീലേഖ പറഞ്ഞത്. അതിന് കാരണമായി പറഞ്ഞത് താൻ ഇന്ന് ഭക്തിമാർഗത്തിലുള്ള ദിവസം മാധ്യമങ്ങളെ കാണാറില്ല എന്നാണ്. സുജയ, വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ്.